ഒരു ഗുഹ പോലുണ്ട് സംഭവം. മെക്സിക്കോയിലെ കാൻകൂണിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഉള്ളത്. സെനോട്ട് എന്നാണ് ഇതിന് പറയുക. അതായത് പ്രകൃതിദത്തമായിട്ടുള്ള കുളങ്ങൾ, നാച്ചുറൽ പോൺസ്, ലേക്ക് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് റിവർ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഈ കാണുന്ന കുളം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചിച്ചൻ ഇറ്റ്സ, അതായത് ലോകാത്ഭുതങ്ങളിൽ 4ാം സ്ഥാനത്തുള്ള ചിച്ചൻ ഇറ്റ്സയോട് ഏറ്റവും അടുത്ത് കിടക്കുന്നൊരു സെനോട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് സെഗാർഡോ അങ്ങനെ തോന്നുന്നു പറയാം. ഏകദേശം 200 അടിയാണ് കേട്ടോ ഇതിൻ്റെ വലിപ്പം വരുന്ന വട്ടം. അതുപോലെ തന്നെ 100 അടി താഴ്ചയുണ്ട് ഇതിന്. നമ്മൾ ചിച്ചൻ ഇറ്റ്സ കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടുത്തെ മായന്മാരുടെ ഒരുപാട് എന്താ പറയുക അഡ്വഞ്ചറായിട്ടുള്ള ഒരുപാട് കഥകളും സ്റ്റോറീസൊക്കെ കേട്ട് വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇങ്ങനെ എന്താ പറയുക സിനോട്ട എന്ന് പറയുന്ന ഒരു സംഭവം കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതിനെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായിരിക്കും സംഭവം? നമ്മളെ മനസ്സിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുളം പോലുള്ള സെറ്റപ്പ് അങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുന്നതിനേക്കാളും അപ്പുറത്താണ് ശരിക്കും നമ്മൾ റിയലായിട്ട് ഇത് കാണുമ്പോൾ. ഇതിൽ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളൊന്ന് ക്ലീനപ്പ് ആയിട്ട് വേണം. കുറേ പടികളുണ്ട് കേട്ടോ. പടികൾ നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുന്തോറും നമ്മളുള്ളിൽ ഇങ്ങനെ ഒരു ഭയം ഇങ്ങനെ കയറി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കേവാണ്, ഒരു ഗുഹയാണ്, ഒരു നീളത്തിലുള്ള എന്താ പറയുക. നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുന്തോറും നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ഒരു പിടപ്പ് ഇങ്ങനെ വരും. അതുപോലെ തന്നെ ചില 2-3 സ്പോട്ടിൽ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര ആഴാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ആളുകളൊക്കെ ചെറിയ പൊടി പോലെ തോന്നും നമുക്ക്. അത്രയും ആഴാണ്, അത്രയും വലുപ്പമാണ് ഇതിന്. ഗുഹ പോലുണ്ട് സംഭവം. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ പോകുന്നതിനനുസരിച്ച് ആളുകൾ ഇങ്ങനെ വരുന്നതിനെ കൊണ്ട് അത്ര പേടിയില്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഭീതി നമുക്ക് ഇങ്ങനെ വരും. എന്തായാലും നല്ലൊരു അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു അതിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ സമയം ഉണ്ടല്ലോ. അങ്ങനെ നമ്മളിത് സിനോട്ടേൻ്റെ ഏറ്റവും താഴത്തെ അതായത് വെള്ളം കണ്ടിരിക്കുന്നു ഗൈസ്. നമ്മളിങ്ങനെ നടക്കുന്നതിനനുസരിച്ച് ചെറിയ മീനുകളൊക്കെ വന്ന് നമ്മളെ കാലിലിങ്ങനെ തൊട്ട് പോകും. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ലൈംസ്റ്റോൺ ആണ് കേട്ടോ. ലൈംസ്റ്റോൺ എന്ന് പറയുന്ന പ്രത്യേക തരം കല്ലിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ സിനോട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഏകദേശം ഭയങ്കര വലുപ്പമാണ് കേട്ടോ. ഇതിന് താഴെ നിന്ന് മേലേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക വിഷ്വലാണ്. അതുപോലെ തന്നെ സിനോട്ടകൾ മായന്മാരുടെ കൾച്ചറുമായിട്ട് ഒരുപാട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സിനോട്ട് എന്ന് പറയുന്നത് മായന്മാരുടെ ഒരുപാട് ആഭിചാര ക്രിയകളും റിച്വൽസിനുമായിട്ട് ഉപയോഗിച്ചിരുന്നൊരു സ്പോട്ടാണ് കേട്ടത്. മായന്മാർ സിനോട്ടകളെ കണ്ടിരുന്നത് ഗേറ്റ് വേ ഓഫ് അണ്ടർവേൾഡ്, അങ്ങനെയാണ് അവർ ഇതിനെ സങ്കല്പിച്ചിരുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവരുടെ ദൈവത്തിനെ ഭൂമിക്കടിയിലും അവർ ആരാധിച്ചിരുന്നു എന്നുള്ളതിനുള്ളൊരു തെളിവാണ് ഈ സിനോട്ടകൾ. അവിടെ അവർ പ്രത്യേക രീതിയിലുള്ള ആരാധനകളും അതുപോലെ തന്നെ നരബലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ കഥകൾ നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ മായന്മാർ അവരുടെ ഈ അണ്ടർഗ്രൗണ്ടിലുള്ള ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രഷേഴ്സ്, അതായത് ഗോൾഡും അതുപോലെ തന്നെ ജാഡ് പോലുള്ള രത്നക്കല്ലുകളൊക്കെ ഈ പറയുന്ന സിനോട്ടകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മായന്മാരുടെ അവസാന കാലഘട്ടത്തിലാണ് സ്പാനിഷ് ഇൻവേഷൻ മെക്സിക്കോയിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ട്രഷേഴ്സ് ഈ സിനോട്ടകളിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു ശ്രമം നടത്തി. ഏകദേശം 6000-ലധികം വരുന്ന സിനോട്ടകൾ മെക്സിക്കോയിലുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അവർ ഒരുപാട് വലിയ മോട്ടോർ പമ്പ് സെറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് വെള്ളം അടിച്ച് പുറത്തേക്ക് കളയാൻ നോക്കി. പക്ഷേ ഈ പറയുന്ന സിനോട്ടകൾ കംപ്ലീറ്റ് കണക്റ്റഡ് ആണ്. അതായത് അണ്ടർഗ്രൗണ്ട് റിവർ എന്നാണ് അവർ പറയുന്നത്. ഈ സിനോട്ടകൾ കംപ്ലീറ്റ് കണക്റ്റഡ് ആയതുകൊണ്ട് അവർക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കാൻ കഴിയാതെ അവർ പരാജയപ്പെടുകയുണ്ടായി.
അങ്ങനെ ഇപ്പോഴും ഈ പറയുന്ന ട്രഷേഴ്സ് എല്ലാം ഈ സെനോട്ടകളിൽ ഉണ്ടെന്നാണ് മെക്സിക്കോയിലെ ജനത വിശ്വസിക്കുന്നത്.